I'm going for the protest today and let's see what's in my bag. കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ ആറാമത്തെയോ ഏഴാമത്തെയോ ദാബത്തുൽ തന്നെ ആറാമത്തെയാണോ ഏഴാമത്തെയാണോ എത്രാമത്തേലാണെന്ന് നീ തന്നെ ഒന്ന് കൺഫേം ചെയ്ത് പറഞ്ഞേ. നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ പ്രൊട്ടസ്റ്റിന് ആൾക്കാർ എത്തിയപ്പോഴാണ് നമുക്ക് അവിടെ നടക്കുന്ന കറക്റ്റ് കാര്യം എന്തോന്ന് മനസ്സിലായത്. എടാ ഇത്രയും നാൾ ഞാൻ വിചാരിച്ചത് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിച്ചത് നീറ്റ് പോലെയുള്ള പരീക്ഷകളുടെ ചോദ്യ പേപ്പർ ചോർന്നതിന്റെ ഭാഗമായിട്ട് ഉദ്ദേശശുദ്ധി ക്ലിയർ ആയിരുന്നു. അത് ഇന്നും ഒന്നിലും ചോർന്നതൊന്നുമല്ല, വർഷങ്ങളായിട്ട് 2004, 5, 6, 7 തൊട്ട് ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുക. ആ ചോർച്ചയെല്ലാം തടഞ്ഞിട്ട് നല്ലോണം പഠിക്കുന്ന പിള്ളേർ ജയിക്കുക, പഠിക്കാത്ത പിള്ളേർ ജയിക്കണ്ട എന്ന രീതിയിലുള്ള ഒരു ഉദ്ദേശശുദ്ധിയോട് കൂടിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന ഒരു പരിപാടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴല്ലേ തൊലിപ്പ് നമുക്ക് മനസ്സിലായത്. എന്തുവാ ഇസ്ലാമിൽ ആറാമത്തെ ഏഴാമത്തെ എട്ടാണെന്ന് അവർ പോലും അറിയത്തില്ല. അവിടെ എവിടെ ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചോണ്ടെന്ന് ഇത് ലോകാവസാനത്തിന്റെ ഭാഗമായിട്ട് ഇറങ്ങുന്നതാണെന്ന്. പേര് കേട്ടില്ലേ, ക്രോക്കറോച്ച് എന്ന്. ക്രോക്കറോച്ചുകൾ കൂട്ടത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ജനങ്ങളെ കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവിടെ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ, ഇവർ ഏത് രീതിയിലാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എന്തായാലും മനസ്സിലാവുന്നുണ്ട് കേട്ടോ, നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോവുക എന്നുള്ളത് മറ്റേ അവിടെ പ്രൊട്ടസ്റ്റിന് പോവുക എന്നുള്ളത് ലഡാക്കിൽ നിന്ന് ട്രിപ്പ് പോകുന്നതാണ്. അയ്യോ എന്തൊക്കെയാ, അയ്യോ എല്ലാം മറ്റേ 12B സ്കൈ ലൈൻ, അയ്യോ ഫ്ലാറ്റ് മുഴുവൻ പോവുകയാണോ, കണ്ടെയ്നർ വിളിക്കേണ്ടി വരുമോ എന്ന് പറയുന്ന പോലെ. അതേ കണക്കാ സാധനങ്ങളൊക്കെ എടുത്ത് അയ്യോ അമ്മൂമ്മ അപ്പൂപ്പൻ അല്ലെങ്കിൽ ചരുവം മുണ്ട് ഒക്കെ എടുത്തോണ്ട് ഓടുക. ഈ പോകുന്നതിൻ്റെ ഉദ്ദേശബുദ്ധി എന്താണെന്നറിയോ, റീച്ച് അല്ല പ്രൊട്ടസ്റ്റ് ഒന്നുമില്ല. ചെല്ലുക, അവിടെ ചെന്നൊരു 10 റീൽ എടുത്തിടുക, ഇടുമ്പോൾ കിട്ടുന്നൊരു കുളിർമയുണ്ടല്ലോ. പൊതുവെ കേന്ദ്ര ഗവൺമെന്റിനെ കേരളത്തിൽ നിന്നും കടുത്ത വിയോഗമായതിനാൽ കേരളത്തിൽ നിന്നും വലിയൊരു സപ്പോർട്ടാണ് ഈ ഒരു സ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയ കാണും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുള്ളൂ. പക്ഷേ ജെനുവിനായിട്ട് അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനിടയിൽ കൂടെ ചോര കുടിക്കാനായിട്ട് നിൽക്കുന്ന കുറേ തന്തയില്ലാത്തവന്മാരുണ്ടല്ലോ, ആ തന്തയില്ലാത്തവന്മാരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുന്നവർക്ക് ഈ പ്രൊട്ടസ്റ്റ് എന്തോന്ന് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവാം. അതുപോലെ ഈ ഒരു പ്രൊട്ടസ്റ്റിനെ സ്വന്തം കരിയറിലെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന കുറേ വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങളെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ വേദിയിൽ തന്നെ നമുക്ക് കണ്ട് പരിചയപ്പെട്ട് തന്നെ മുന്നിലോട്ട് പോവാം. क्योंकि हम अभी भी माइनॉरिटी है और ये जो हमारी सरकार है उनको माइनॉरिटीज अच्छे नहीं लगते, चाहे सेक्सुअल माइनॉरिटीज हो या रिलीजियस माइनॉरिटीज. കണ്ടില്ല മയിൽപീലിയും വെച്ചൊരുത്തം വന്ന് നിൽക്കുന്നുണ്ടോ. ഇവര് പറയുന്നത് ഇവർക്ക് മൈനോറിറ്റിയാണ്. അവൻ ഇട്ടേക്കുന്ന നോക്കി, അവൻ എന്തുവാണ് ഇട്ടേക്കുന്നത്, ചെലന്തി വിലക്കകത്ത് കുടുങ്ങി കിടക്കുവാണ്. എനിക്കറിയാൻ വയ്യ, ജട്ടിയുണ്ട്, അത് ക്ലിയർ ആയിട്ടുണ്ട്. മേളില് പാച്ചൊക്കെ വെളിയിൽ കിടന്നിട്ട് അതിന്റെ സൈഡിൽ കൂടെ ഏതോ മറ്റേ കിണറ്റിയിടുന്ന നെറ്റാന്ന് തോന്നുന്നു എടുത്ത് ചുറ്റി കയറ്റി വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തോണ്ട മയിൽ കണക്കിരിക്കുന്നു. എന്റെ പൊന്നളിയാ, ഇത് മയിൽ തന്നെ. जिस दिन देश का प्रधानमंत्री गे हो उसी दिन मैं खुश रहूंगा. സന്തോഷ് മേ സന്തോഷ് ഹോത്താ ഹേ. തൊട്ടപ്പുറത്തേക്കുന്ന മയിലിന്റെ മയിലാട്ടം കണ്ടില്ലേ, അതാ ഇതൊക്കെയാ ഉദ്ദേശശുദ്ധി കണ്ടില്ലേ. അവിടെ വരുന്ന ആൾക്കാരുടെ ഉദ്ദേശം ഇത് മാത്രമൊന്നും അല്ല. അവര് ഒരുപാട് റീല് കാണുന്നുണ്ട്. ഒന്നും കണ്ട് നമുക്ക് ഓരോന്ന് വരാം. ഇനി കേരളത്തിൽ നിന്നുള്ള എന്തോ നോക്കരുത്. വെടികൊണ്ടു നേടിയതെല്ലാം ചുടുകാട്ടിലാറിത്തണുക്കും, കാടുപൂക്കും കാലം വരും വരെ. അല്ല, വെടികൊണ്ട് തണുത്തതെല്ലാം ചുടുകാട്ടിൽ ആറി തണുക്കുമെന്നോ? ആ വെടി കൊണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. വാവ്, ഇതൊക്കെ ഇപ്പം നോക്കട്ടെ, ബാക്കി കൂടെ കാണാം. കാവലായിരിക്കും നമ്മൾ നാടിന്, കാതലായിരിക്കും, കാടുപൂക്കും കാലം വരും വരെ. കാവലായിരിക്കും നമ്മൾ നാടിന്, കാതലായിരിക്കും. കാട്ടുപൂവിന്റെ ചൂരളക്കല്ലേ, നാട്ടുമാവിന്റെ വേരറുക്കല്ലേ. ആരും പേർക്കല്ലേ. എന്ത് താളത്തിലാന്ന് നോക്കെ തന്തയില്ലായ്മ വിളിച്ചു പറയുന്നത്. ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് ആ നിൽക്കുന്ന പിള്ളേർ, വീട്ടിലും കുട്ടിയും കുടുക്കൊക്കെ ഉള്ള പിള്ളേർ ഇതെല്ലാം അവിടെ കേട്ട് ചോരയും മാങ്ങയും തേങ്ങയൊക്കെ അങ്ങോട്ട് തിളച്ചിട്ട് ഓടിച്ചത് അങ്ങോട്ട് കയറി കൊടുക്കും. അവരെ കയ്യിൽ നിന്ന് 10 എണ്ണം ചന്തിക്കിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ മോങ്ങിക്കൊണ്ട് ഏതെങ്കിലും വഴിക്കോട്ട് പോവുകയും ചെയ്യും. അതിൻ്റെ ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണത്തിൽ കാണിക്കാനായിട്ട് ഞാനൊരു വീഡിയോ ഇതിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് വ്യക്തമായിട്ട്, അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യം വ്യക്തമാണെന്ന് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഇതിനകത്ത് അതാണ് ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. പാവമില്ല ആ പോലീസുകാരെ, ആ ചെറുക്കന് വയ്യ, അവനെ നല്ല പോലീസുകാർ കൊണ്ടുവന്ന് രക്ഷിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കെ, ഇതൊക്കെ കണ്ട് കേട്ട് വരും ചെറുക്കനാ. അതോ നോക്കെ, അവന് വയ്യ എന്നാ അവന്റെ വയ്യാഴിക വരാനുള്ള കാരണം എന്തോന്ന് നോക്കെ, ഇനി കാണിച്ചത്. കഷ്ടം നോക്കെ, പോലീസുകാർ നിൽക്കുന്നു. പോലീസുകാർക്കിടയിലേക്ക് ദാണ്ട നോക്കണം, പെപ്പർ സ്പ്രേ എടുത്ത് മുഖത്തേക്ക് അടിക്കുന്നതാണ് ഇപ്പൊ ഈ ചെയ്ത വിരുദ്ധന്റെ പരിപാടി. ആണ്ടെ അടിക്കുന്നുണ്ടോ?
ഈ അടിച്ചവനെയാണ് പോലീസുകാർ തന്നെ പിടിച്ച് റെഡിയാക്കി അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഈ പറയുന്ന ഇപ്പൊ ഈ കണ്ട ചോര തിളയ്ക്കും നിന്റെ പാട്ടുകളിലൂടെ, അത് ഊറും നിന്റെ കൈകളിലൂടെ, പോലീസിന്റെ കൈ കർണത്തും വന്ന് വീഴും അതിലൂടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടുകൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ റിയാലിറ്റിയും ആഫ്റ്റർ എഫക്റ്റും കൂടെ അങ്ങോട്ട് പറഞ്ഞ് താളത്തിൽ താളം ഇട്ടുകൊണ്ട് കൊടുക്കണമായിരുന്നു. അല്ലാതെ കണ്ടോ, കഷ്ടം തന്നെ കേട്ടോ. ഓരോ പിള്ളേരെ കാര്യം ഓരോ വീട്ടുകാരൊക്കെ ഇരുന്ന് ആലോചിക്കുന്നത്. ഇതിനകത്ത് ഈ വന്ന സ്ട്രൈക്കിന് വന്ന പിള്ളേർ എല്ലാവരും ഈ പറയുന്ന ഇതെന്തുവാന്ന് പോലും അറിയാതെ വന്ന ആൾക്കാർ, സീരിയസ്ലി എന്തുവാന്ന് പോലും അറിഞ്ഞില്ല. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മലപ്പുറത്ത് നിന്നും കുറച്ചധികം കോയ പിള്ളേർ പോയിട്ടുണ്ടായിരുന്നു. അവർ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ധാരണ ഉള്ളവരാട്ടോ. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും വ്യക്തമായിട്ട് ധാരണ ഉള്ള വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളത് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയ ഒരു കാര്യം. അതായത് ഒരു ടൂറിന് പോയി അവർ ആ ടൂറിനെ മാറ്റി വെച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. ബേസിക്കലി സ്നേഹമൊക്കെ നല്ലതാണ്. നമ്മളങ്ങോട്ട് ഓടിച്ചെന്നിട്ട് ഒറ്റ അടി കൊടുത്തിട്ട് എന്താ രാമേന്ദ്ര പ്രശ്നം എന്നല്ല ചോദിക്കേണ്ടത്. കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, അവരുടെ ഉദ്ദേശം എന്തുവാണെന്ന് മനസ്സിലാക്കിയിട്ട്, അവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, ഇനി എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഒരു പ്രൊട്ടസ്റ്റിലോട്ട് പങ്കെടുക്കാനുള്ളത്. അതാണ് അതിൻ്റെ ഒരു യുക്തി. അല്ല ഞാൻ ആരും താത്തി കെട്ടുകയും ഞാൻ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അടച്ചാക്ഷേപിക്കുകയൊന്നുമല്ല. അതിൻ്റെ ഉദ്ദേശം വേറെ ആണെങ്കിൽ അതിൻ്റെ കൂടെ മുതലെടുപ്പാൻ നിൽക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നീറ്റ് എക്സാമിന്റെ ഭാഗമായിട്ട് ഇത് എന്താ പറയാ ചോർന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിലേക്കായിട്ട് വന്നത്. അത് ഇനിയിപ്പോ അത് തല്ലാണെങ്കിൽ തല്ലും, അത്രയേ ഉള്ളൂ. വേറെ അതിന്റെ മേലെ കൊന്നു. കേന്ദ്ര സർക്കാരിനെതിരെയാണ് പ്രതിഷേധം. അതിന്റെ മേളത്തെ സർക്കാരാണെങ്കിലും അത്രയേ ഉള്ളൂ. ദില്ലി ജന്തർ മന്ദറിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധ വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കൂടുതൽ ആളുകൾ എരച്ചെന്ന സാഹചര്യമാണുള്ളത്. 16 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടും വലിയ രീതിയിൽ മല ഗതാഗതങ്ങളൊക്കെ പിടിച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മളിപ്പോൾ ഒരു മലയാളികൾ സംഘത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ആ റിപ്പോർട്ടർ സന്തോഷമായിക്കണം, ഒരു മലയാളിയെ കിട്ടിയല്ലോ ഇതിനെപ്പറ്റി ചോദിക്കാനൊക്കെ. കാരണം അത്രയും അവിടെ കണ്ട് മനസ്സിലാക്കിയ മലയാളികൾ നമ്മുടെ അടുത്തൊക്കെ കണ്ട കാര്യങ്ങൾ വിവരിക്കുമ്പോഴത്തേന് നമുക്ക് ഹിന്ദി ഇംഗ്ലീഷൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. മലയാളത്തിലാകുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവില്ല. നിങ്ങളെ കിട്ടിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അറിയണമെന്ന്. കേരളത്തിൽ നിന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തിയ മലപ്പുറത്ത് നിന്നെത്തിയ കുറച്ച് യുവാക്കളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മലപ്പുറത്ത് എവിടെയാ? മലപ്പുറം തിരൂർ. ഇങ്ങോട്ടേക്ക് ഇത് അറിഞ്ഞുകൊണ്ടെത്തിയാണ്. അത് ഞങ്ങള് കസോള് യാത്രക്കായിട്ട് അവൻ ഭീകരനാ. മറ്റേ കക്കോന്ന് വന്ന് കയ്യിൽ നിന്ന് പോയപ്പോഴത്തേനും മറ്റേ കസോളിൽ നിന്ന് വന്നു. എനിക്കൊന്ന് അവനാണ് ഇതിനകത്ത് സ്കോർ ചെയ്യാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആ വ്യക്തിക്ക്. അപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വന്നേ. നേരെ തിരിച്ച് വണ്ടി തിരിച്ച് ഞങ്ങൾ കസോളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോ ആ ഒരു ട്രിപ്പ് നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ടേക്കായിട്ട് വന്നു. ഇങ്ങോട്ട് എന്തിനാ വന്നേ? എന്തോ കാര്യം, എന്തോ വരാനുള്ള റീസൺ എന്തുവായിരുന്നു? നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടോ? ഞാൻ അറിഞ്ഞത് നമ്മളിങ്ങനെ ഒരു സംഭവം നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പങ്കെടുക്കണ്ടേ? അല്ല എന്ത് നടക്കുന്ന എന്തോ ബിരിയാണി കൊടുക്കുന്നോ? എന്തോ അവിടെ നടക്കുന്ന എന്തോ വെള്ളം കൂടി മത്സരമോ? എന്തുവാ സംഭവം? എന്തുവാ ഇതിന് വലിയ വേറെ എന്താണ്? നമ്മൾ ട്രിപ്പിനെക്കാട്ടി വലിയ കാര്യമില്ല ഇവിടെ നടക്കുന്നത്. അയ്യോ അത് തന്നെ എനിക്ക് മനസ്സിലായി. എന്താണ് വലിയ കാര്യം? എന്തുവാണ്? എന്തോ സംഭവം? എന്തുവാ? കുറെ നാളെ കൊണ്ട് പ്ലാൻ ചെയ്തായിരുന്നു. വെയിറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നാണ്. ട്രിപ്പ് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു? നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. എന്താണ് ഈ പ്രതിഷേധം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. നീറ്റ് എക്സാമിന്റെ ഭാഗമായിട്ടുള്ള ഏതാണെന്നുള്ള അറിയാം. ഇവിടെ നിങ്ങൾ ജന്തർമന്ദറിന്റെ പ്രതിഷേധ വേദി എത്ര നേരമായി സന്ദർശിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോ? ഏകദേശം ഒരു ഉച്ച ടൈമിൽ വന്നതാ. നിങ്ങൾക്ക് തോന്നിയത് നമ്മുടെ മലയാളി പ്രേക്ഷകർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കോ? എങ്ങനെ തോന്നിച്ചാൽ നമുക്ക് വലിയൊരു പറയാൻ പറ്റായിട്ടുള്ളവരൊന്നും കിട്ടിയിട്ടില്ല. എന്താ പറയാൻ പറ്റുന്ന ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ ഇത്ര നേരം നിങ്ങൾ ട്രിപ്പൊക്കെ മാറ്റി വെച്ച് എന്തിനാ വന്നേ? എന്തിനാ വന്നേ? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നീറ്റ് എക്സാമിന്റെ ഭാഗമായിട്ട് ഇത് എന്താ പറയാ പരീക്ഷാ ചോദ്യ പേപ്പർ ചോർന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിലേക്കായിട്ട് വന്നത്. അത് മിക്കവാറും നമ്മളെ ചോദ്യം ചോദിക്കുക തന്നെ വേണം, അത്രേ ഉള്ളൂ. അതിന്റെ മേലേക്ക് വേറെ വർത്താനൊന്നുമില്ല. ഇനിയിപ്പോ അത് തല്ലാണെങ്കിൽ തല്ല്, അത്രേ ഉള്ളൂ. ഒന്നും അറിയത്തൊന്നുമില്ല. തല്ലാൻ പറഞ്ഞാൽ തല്ലും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. അല്ല ഇതിന്റെ മേളിലേക്ക് സംസാരിക്കാനും പറയാനും ഇതിന്റെ അപ്പുറത്തേക്ക് ചെയ്യാനൊന്നും എന്റെ കയ്യിലൊന്നുമില്ല. എനിക്കൊന്നും അറിയത്തില്ല, അത്രേ ഉള്ളൂ. ആരൊക്കെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് ഇനി അവിടെ എന്തോ നടക്കുന്നത് വെച്ചാൽ നിങ്ങളും 10 കല്ലവർ എറിയുകയാണെങ്കിൽ നിങ്ങളും കൂട്ടത്തിലും എറിയുക. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല താളത്തിലാണ് ഇവർ പോയിരിക്കുന്നത്. മനസ്സിലാക്കാൻ നമുക്ക് ഇച്ചിരി കഷ്ടപ്പെടും കേട്ടോ. അടുത്ത അലി അംജദ്, വയനാടാണ്. പേപ്പർ ലീക്കിനല്ല, CJP ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ 6-ാമത്തെയോ 7-ാമത്തെയോ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ബീസ് ഫ്രം എർത്ത് ലൈക്ക് കോക്രോച്ചസ്, ലൈക്ക് ഇൻസെക്ട്സ്,
and that's deeply connected to Islam, even Solomon Sulaiman. And as far as I'm concerned, as a deep religious Muslim, I see it as a sign of end times. That's what I feel like. മയിലൊക്കെ ഓടി രക്ഷപ്പെടേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ഇത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നത്? വയനാടുകാരറിയാവുന്ന ഇവൻ എവിടെ? വയനാട് എവിടെ ഉള്ളത്? പാറ്റ, കോക്രോച്ച്, സുലൈമാന്, രോഗം, അവസാനം, എന്തൊക്കെയാടേ? ഇതെന്തോ ഇത് ഇസ്ലാമിലുള്ള എന്തൊക്കെയാ ഇവർ പറയുന്നത്? ഇവർക്ക് മറ്റേ നീറ്റ് എക്സാം ഒന്നും അല്ല. ആ എക്സാം അതൊന്നും അല്ല കൺസേൺ. ഇതൊന്നും അല്ല കൺസേൺ. കൺസേൺ വേറെയാ, എയിം വേറെയാ. ആ നിൽക്കുന്ന ഒരു 30% താഴെയുള്ള ആൾക്കാരുടെ കൺസേൺ മാത്രമേ ഉള്ളൂ. ഈ പരീക്ഷ, ചോദ്യ പേപ്പർ, ഫ്യൂച്ചർ സ്റ്റുഡൻസിന്റെ ഭാവി അത്രേ ഉള്ളൂ. ബാക്കി നിൽക്കുന്നവർക്ക് ഫ്യൂച്ചർ സ്റ്റുഡൻസിന്റെ ഭാവി ഒന്നുമില്ല. എങ്ങനെയായാലും ഈ ഗവൺമെന്റിന്റെ താഴെ ഇറക്കുക അതിന് പറ്റിയ ഒരു അവസരമാണ്. നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ നടന്ന അതേ പരിപാടി എങ്ങനെയെങ്കിലും ഇവിടെ അഴിച്ചു വിടണമെന്ന് അത്രേ ഉള്ളൂ. അവിടെയും കൂടെ നടക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ടുകളുണ്ട്. സീരിയസ്ലി പറയുക സപ്പോർട്ടുകളുണ്ട്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ. അത് ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണല്ലോ ഇവർ ഈ വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ വ്യക്തമായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഫോളോ ചെയ്തിരിക്കുന്ന ആൾക്കാരെ എടുത്ത് നോക്കി. അതാ എന്നാലും ഇന്ത്യക്കാരും ഇതുപോലെ ഈ പറയുന്ന പാകിസ്ഥാന്റെ കൊടിയൊന്നും എടുത്ത് വെച്ചിട്ട് അതിനകത്ത് സൈഡിലെടുത്ത് ഈ സാമാനം ഇടത്തില്ല. ഇടുന്നവരെ കാണും, അത് വളരെ ചുരുക്കം. അടുത്ത ബംഗ്ലാദേശിന്റെ കൊടി വെച്ചിടുന്നത് ഇതെല്ലാം ഈ അക്കൗണ്ടിൽ കിടക്കുന്ന ഏറ്റവും കൂടുതൽ വരുന്ന ഫോളോവേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ചൈനയുടേത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇവരുടെ പ്രവർത്തനം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ എയിം എന്തോന്ന് ആലോചിച്ച് നോക്കണേ. മറ്റ് രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള അതേ പരിപാടികൾ തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കണം. അതിലൂടെ അവർക്ക് ആസ്വദിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറെ തന്തയില്ലാത്തവർ വഴി ഒരുക്കി കൊടുക്കും. സ്വന്തം രാജ്യത്തെയും നാട്ടുകാരെയും ഈ പറയുന്ന പട്ടാളക്കാരെ വരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനൊക്കെ വിട്ട് ചവിട്ടിക്കൂട്ടുന്ന കാണണം. ഈ അക്രമത്തിന്റെ ആദ്യം അവിടെ പിള്ളേരെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറെ എണ്ണം കാണിച്ചു കൂട്ടിയത് തന്നെയാണ്. അത് വ്യക്തമായിട്ട് എന്തോന്ന് മനസ്സിലാക്കണം സത്യം പറഞ്ഞ്. എന്നിട്ട് ഇവിടുന്ന് ഓരോ പ്രകസനം കാണിക്കാൻ പോകുന്ന അടുത്തൊരെണ്ണം. I'm going for the protest today and let's see what's in my bag. Pesa, koda, cap, sunscreen jacket for sure, sunglasses, tanni, pepper spray just in case. It's definitely going to be a peaceful protest. Just in case. Self protection is not a harm. Bye. അത്രേ ഉള്ളൂ. അപ്പൊ അതൊരു റീച്ച്. അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ റീലൊക്കെ കിട്ടിയില്ലേ തിരിച്ചു പോകുന്നേക്ക്. അത്രയല്ലേ ഉള്ളൂ. അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. എന്നാൽ ജെന്യുവിനായിട്ട് ഈ സമരത്തിന് പോകുന്നത് എന്തോന്നറിയോ, അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് പറയും. അല്ലെങ്കിൽ അതിൽ ജെന്യുവിൻ റിപ്ലൈ. സിറ്റുവേഷൻ അവിടെ മൊത്തം അടി നടക്കുന്നു, ഞാൻ കണ്ടത്, ഞാൻ അതിനകത്ത് ഇടപെട്ടില്ല, അതൊന്നും അല്ല. ആ കാര്യഗൗരവം എന്തുവാണെന്നും അവിടുത്തെ നടക്കുന്ന പ്രതിഷേധത്തിന്റെ റീസൺസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കും. അതല്ല അതിന്റെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ട ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി ഇവിടെ നിന്നല്ല, നോർത്ത് ഇന്ത്യയിലുള്ള ഒരു സാമാനം. പ്രൊട്ടസ്റ്റിന് പോവുക. CJP പ്രൊട്ടസ്റ്റ്. ഫസ്റ്റ് ഔട്ട്ലുക്ക് ബാഡ് ബിച്ച്. വളി നല്ലതാ മോനെ, നല്ലതാ. അങ്ങനെ 2-3 കോസ്റ്റ്യൂമൊക്കെ ആണ്. അത് ഞാൻ പറഞ്ഞില്ലേ, പ്രൊട്ടസ്റ്റിന് പോകുന്നത് ഏറ്റവും വലിയൊരു ചാരിറ്റി ആയിട്ട് അങ്ങോട്ട് വന്നിരിക്കും ഇപ്പം. അവര് തന്നെ കൂവുന്നു നിന്റെ ഡാൻസ് കണ്ടിട്ട്. പിന്നെ എനിക്ക് എന്തൊക്കെ പറയാനടാ, മേളില് ബ്രേസർ വിട്ടിട്ട് താഴെ പാൻറ് വിട്ടിട്ട് വന്ന് കിടന്നിട്ട് ഫ്രീഡം ഫൈറ്റർ. ഓരോ ഊച്ചാളി പരിപാടിയായിട്ട് ഇറങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കെ, എന്ത് വൃത്തികേടൊക്കെ ഇവന്മാർ കാണിക്കുന്നതെന്ന്. ഒരു മര്യാദയില്ല കാണിക്കുന്നതിനും പറയുന്നതിനും ഒന്നിനും ഒരു കാര്യത്തിനും. ഇനിതാ എന്തായാലും ഒരു ഗ്രാജുവേഷൻ ഉള്ള ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് തന്നെ വളരെ കാര്യം വരും. हिंदी में पॉलिटिकल साइंस किस चीज़ के बारे में पढ़ाई होती थी इसके अंदर? किस चीज़ के बारे में पढ़ाई होती थी?
पढ़ाई वो ठीक है, आप क्या होता था, पढ़ाई क्या होता आए हैं बस सीजेपी के साथ। भैया हमारी बात सुनिए, आपने लिखा है 1 करोड़ छात्र प्रभावित, नीट, सीबीएसई, सीयूईटी, एसएससी और जीडी, यानी आपको नॉलेज होगी इस बारे में। प्रभावित हुए ना छात्र, हम भी आपकी आवाज को उठाने के लिए നാളാഴ്ച ഇത് തന്നെ അവിടെ നിൽക്കുന്ന ഭൂരിഭാഗം ആൾക്കാരുടെ നാളാഴ്ച കാര്യം എന്തോന്ന് അറിയണോടാ. भाई कैसे प्रभावित हुए, और आप जैसे बता रहे हैं तो पहले तो मैं आपसे ही जानना चाहूंगा ना भाई, आप क्या करते हैं, क्या पढ़ाई होती है, प्रभावित आप हुए हैं ना इससे? मैं तो जॉब करता हूँ, लेकिन यहाँ पे आया हूँ मैं बस युवा के साथ, और जो सही लगा है कि नहीं। पढ़े लिखे हैं ना? पढ़े लिखा हूँ। कि जो आपने पॉलिटिकल साइंस बताया उसमें क्या सब्जेक्ट थे? ऐसा तो नहीं हवा में वो बता दिया सब कुछ? नहीं, सब सब्जेक्ट ही बता रहा था, हिंदी, इंग्लिश, पॉलिटिकल साइंस से मैंने ग्रेजुएशन किया। पढ़ाई क्या होती है इसमें? क्या पढ़ाई नहीं समझ में आ रहा है। पढ़ाई क्या हुआ, कैसे पढ़ाई मतलब? तो मतलब फेल हो गए थे या पास हुए थे? नहीं, पास हुआ था वो भी पेपर लीक वजह से। तो ये भी गोदी मीडिया ने पास कर दिया होगा। पेपर लीक की वजह से मैंने मतलब पेपर लीक की वजह से पास हो गए? पता है पेपर लीक होने में भैया सुनिए പോടെ എഴുന്നേറ്റ് ചുമ്മാതെ ചിരിക്കണോ കരയണോന്ന് പോലും അറിഞ്ഞൂടാത്ത രീതിയിലുള്ള ഓരോ പരിപാടികൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇനി അടുത്തത് ഈ പെൺകുട്ടി ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. സോഷ്യൽ മീഡിയയിൽ കിടന്ന് തകൃതിയായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. मोदी जी खुद पढ़े लिखे हैं क्या? उन्हें परीक्षा का पी नहीं आता होगा, एजुकेशन का ई नहीं आता होगा. പരീക്ഷ का പി നഹി ആത്ത, പി അറിയത്തില്ല, എഡ്യൂക്കേഷൻ का ഈ നഹി ആത്ത അറിയത്തില്ല. അങ്ങനത്തെ ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളതെന്ന് വളരെ വ്യക്തമായിട്ടാണ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത്. और बकवास करने के लिए आ जाते हैं. बुरा ना माने, बट क्या आपको नीट का एग्जाम फुल फॉर्म पता है आपको? क्या आप भी यहाँ पे आए हो नीट का मुद्दा उठाने के लिए? क्या आप नशा एलिजिबल करके कुछ नीट का फुल फॉर्म नशा एलिजिबल करके कुछ फुल फॉर्म है, ठीक है, फुल लाइक अभी मैंने याद की थी बट भूल गई, वो बात अलग है, ठीक है. वो भी അടിപൂക്കുറ്റി ഇത്രേ ഉള്ളു. അവിടെ നടക്കുന്ന എന്തുവാന്ന് അറിഞ്ഞുകൂടാത്ത നിൽക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും അവിടെ. छोड़ते हैं. जैसे कि आप कौन से बोर्ड से पढ़ती हैं यहाँ पे? सीबीएसई बोर्ड. आपको सीबीएसई का फुल फॉर्म पता है? चलिए ठीक है, वो भी मैंने मान लिया. जैसे कि आपको नहीं पता है, लेकिन इसका मतलब ये तो नहीं है कि हम कहेंगे कि नहीं आपको पता नहीं है तो आप छात्र नहीं हो, है ना? यस एग्जैक्टली. എക്സാക്ട്ലി. സംഭവം എന്താണെന്ന് അറിയോ, ജെൻസി പിള്ളേരും കാര്യങ്ങളും എല്ലാം എന്നുള്ളതാ. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരൻ വിളിക്കുമ്പോൾ നിങ്ങളുടെ റീല് കണ്ടിട്ടുമല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഓടിപ്പടച്ച് അങ്ങോട്ട് പോകുന്നത്. അവിടെ എൻ്റെ കുറെ ആൾക്കാരുണ്ട്, അവരെ പോയി രക്ഷിക്കണം എന്ന് പറഞ്ഞ് നീ അങ്ങനെ പോകുന്നത് അതല്ല വേണ്ടത്. കാര്യം എന്തുവാന്ന് മനസ്സിലാക്കുക, ആ മനസ്സിലാക്കിയതിന് വേണ്ടി സംസാരിക്കുക. അങ്ങനെ ഒരു കാര്യവിവരത്തോടെ സംസാരിക്കുന്നത് വെറും തുച്ഛമായിരിക്കും. ആ നിൽക്കുന്ന കൂട്ടത്തിൽ ഒരു 1-2% ആൾക്കാർ മാത്രമേ കാണത്തുള്ളായിരിക്കും. ആ സത്യമായിട്ടും അത്ര ശതമാനം ആൾക്കാരേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഈ ഇടയ്ക്ക് ഇറക്കിയ ഹൈഡ്രജൻ ട്രെയിനാണ്, അതിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ട്രെയിൻ നിന്നേക്ക് എന്താ പിടിച്ച് പണിയോ? എനിക്ക് അറിയത്തില്ല നീ എന്തുവായി കാണിക്കുന്നത്. ഇതാണോ സമരം? ഇതാണോ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട സമരമുറകൾ? ഇതാണോ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ലക്ഷണം, അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യം, അല്ലെങ്കിൽ അവരുടെ ഒരു കർത്തവ്യം? ആ ഒരു സാധനമാണോ നിങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇത് അത്ര നല്ലൊരു സമരമുറയാണോ? ഒന്നുമില്ലെങ്കിൽ ഇത് നമ്മുടെ നാട്ടിൽ നിന്റെയൊക്കെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള എല്ലാ ആൾക്കാരും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുത്തു തരാം. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു കാര്യമല്ല. അത് പോയി ഇങ്ങനെ അടിച്ചു തകർക്കുന്നതിന് തുല്യം എന്തുവാ? നീ നിന്റെ വീട്ടിലെ സാധനം തന്നെ അടിച്ചു തകർക്കുന്നതിനായിട്ടാ. അല്ലാതെ ഒരു മാനവും മര്യാദയൊക്കെ വേണ്ടടാ കാണിക്കുന്ന പല കാര്യങ്ങൾക്കും. എനിക്ക് മനസ്സിലായി. ഇനി ഇതിന്റെ മെയിൻ ആളുണ്ടല്ലോ, അവനാണ് ഒടുക്കത്തെ അഭിനയവ. ഉള്ള കാര്യം പറയല്ല, അവൻ അഭിനയവ. അവൻ അമേരിക്കയിൽ നിന്ന് ജോലിയും വിദ്യാഭ്യാസം കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതിന്റെ ആവശ്യം എന്താണെന്നുള്ളത് കണ്ടറിയാം. ഇനി പുതിയൊരു കേജ്രിവാൾ ആയിരിക്കും ഇവൻ മിക്കവാറും. അതാ നടക്കാൻ പോകുന്നത്. മാറിയോന്ന് അയാൾ കരുത്തി പിടിച്ചപ്പോഴോ നോക്ക്, ആ വീഡിയോ കൃത്യമായിട്ടുണ്ട്. കഴുത്തി പിടിച്ചപ്പോഴത്തേക്കിന് എന്നെ അടിച്ചോന്ന്. മറ്റേ ഓരോ ആക്ഷനൊക്കെ നോക്കേ. മാറുക. ഇപ്പൊ മനസ്സിലായോ? അവിടെ നടക്കുന്ന പരിപാടിക്ക് നല്ല രീതിയിൽ കൊടുക്കോ വെച്ച് കണ്ടോ എന്നെ അടിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ നിങ്ങൾ അവിടെ എരുതിയിൽ എണ്ണ ഒഴിക്ക്. സമരമുറകൾ വളരെ സമാധാനത്തോടുകൂടി രാവിലെ എഴുന്നേൽക്കുക, ആഹാരം കഴിക്കുക, ബുക്ക് വായിക്കുക, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുക, ക്രിക്കറ്റ് കളിക്കുക, വൈകിട്ട് ആഹാരം കഴിക്കുക, കിടന്നുറങ്ങുക എന്ന രീതിയിൽ സമരമുറയിലൂടെ പോയിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ സമരമുറയ്ക്ക് ഒരു മാറ്റം വരുത്തണമായിരിക്കും. ആ ഒരു മാറ്റം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അതായിരിക്കും മെയിനായിട്ടുള്ള ലക്ഷണം. എനിക്കറിയത്തില്ല. അത് ഒരു കൊച്ചി ഇറക്കനൊക്കെ പറയുന്ന നോക്കേ. അത്രേ ഉള്ളു. കണ്ടോ ഈ കൊച്ചി ഞാൻ അറിയാണ്ടേ. ഇപ്പം ഇതുപോലെ ഒരു കൊച്ചി ഇറക്കന്
ഇതിനകത്ത് എന്തറിയാം? ഇവർ ഈ പറയുന്ന കാര്യവുമായിട്ട് എന്തറിയാം? അപ്പോൾ ഇതെന്തോ സംഭവം? ഇത് വാ വഴി പറഞ്ഞു കൊടുക്കുന്നത്. വാവഴിയല്ല വാടാ അണ്ണാക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നു ഓരോരുത്തർക്കും. ഈ കൊച്ചു പിള്ളേർ കണ്ടോ, നീ അങ്ങനെ പറഞ്ഞോ നല്ലത്. അപ്പോൾ ഇവൻ്റെ തലച്ചോറിൽ കുഞ്ഞിലെ ഇഞ്ചക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര നെഗറ്റീവായിരിക്കും അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ ഈ ഒരു കൊച്ചു ചെറുക്കനെ കൊണ്ട് അവിടെ അവൻ്റെ തന്ത ഉൾപ്പെടെയുള്ള ആൾക്കാർ നിന്ന് പറയിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യത്തിന് വേണ്ടി നടക്കുന്നത് എന്നൊരു പേരും അതിൻ്റെ പുറമെ രാജ്യത്തെ ഇല്ലാതാക്കാനും ഈ പറഞ്ഞ സൈന്യത്തെ ഇല്ലാതാക്കാനും കുറേ രാജ്യദ്രോഹപരമായിട്ട് നിൽക്കുന്ന രാജ്യദ്രോഹികൾ കാണിച്ചു കൂട്ടുന്ന പരിപാടികളാണ് ഇതിനിടയിൽ അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ജെന്യുവിനായിട്ട് നിൽക്കുന്ന കുറച്ചധികം ആൾക്കാർ മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതേ കണക്ക് കുറേ പബ്ലിസിറ്റി നേടാനായിട്ടും അവിടുന്ന് കുറേ രാഷ്ട്രീയ ലാഭങ്ങൾ ഉണ്ടാക്കാനായിട്ട് കുറേ ഉണ്ടാകും. അതാ കേരളത്തിൽ നിന്ന് ഒരുത്തം പറയുന്നത് ആലോചിച്ച് നോക്കേ. ഡൽഹിത്തെ പ്രൊട്ടസ്റ്റ് ഘട്ടങ്ങള് പോലീസുകാരെ ഓടിച്ചിട്ട് കുത്തി ഇതാക്കണ ഭയങ്കര ഹരാടാ. കയ്യിലോട്ട് പോയി പങ്കെടുക്കേ. കാരണം കഴിഞ്ഞല്ലോ സെപ്റ്റംബറിൽ നേപ്പാളിൽ എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യെന്നറിയത് എറിയന്നെ നിങ്ങൾ കണ്ടില്ലേ? ഓ എന്ത് ആരാന്നറിയാം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വള്ളി വരുള്ളൂ. അന്ന് ഞാൻ മാത്രമല്ലേ ഞാൻ അവിടെ കേരളത്തിൽ നിന്ന് അപ്പളാ വള്ളി വന്ന്. ഇതിപ്പോ നമ്മുടെ ഇന്ത്യക്കാരെല്ലാരും ഇല്ലടാ. കുറെ ആൾക്കാരുണ്ടാവും എന്തിനാ പേടിക്കണേ? എനിക്ക് നല്ല ഭയം. ഞാൻ ഇന്നലെ ഈ കുറെ റീൽസ് കണ്ടിട്ട് ഞാൻ ഉറങ്ങി. എനിക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ സ്വപ്നം എങ്ങനെ കാണില്ല, ഉറക്കത്തിന് മുമ്പ് നമ്മൾ എന്താണ് കുറെ ആലോചിച്ചത്, അതാണ് നമ്മൾ സ്വപ്നത്തിൽ വരിക. ഇന്നലെ ഞാൻ എന്തൊക്കെ ഉറക്കത്ത് കാണണേ, ഞാനും പിന്നെ എന്റെ ചങ്ങായി ഡിച്ചൂസും അൽത്താഫും കൂടി ഞങ്ങൾ മൂന്നാൾ ഒരു പീരിയഡ് ഗേറ്റ് ഒക്കെ പോയിട്ട് മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കണത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക്, പാർലമെന്റ്, ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഈ ജെൻസികൾ പ്രൊട്ടസ്റ്റിന് ഇറങ്ങി അങ്ങനെ പ്രശ്നം ഉണ്ടാ. മറ്റേ ബാക്കിയുള്ള വലിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടികളെ മക്കളൊക്കെ ആലോചിക്കും. ഇവർക്ക് എന്താ ആലോചിക്കും? ഇവരെന്താണെന്നറിയോ, നേരെ പോലീസിന് പിടിച്ചാൽ കൊടുക്കണം. ഈ ജനങ്ങൾക്കിടയിലേക്ക് പറഞ്ഞു പരത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഇവരൊരു ഇൻഫ്ലുവൻസർ ലെവലിൽ നിൽക്കുന്ന ഒരുത്തനാണല്ലോ. 4-5 പേര് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻഫ്ലുവൻസർ തന്നെയാണ്. ആ ലെവലിൽ നിന്നുകൊണ്ട് ഇപ്പം നാട്ടുകാർ കാണാനായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തുവാ? പക്കാ തീവ്രവാദമാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അല്ലേ? ഇതൊക്കെ ഒരാൾക്ക് അവൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്, ചെയ്തു കൊടുക്കുന്നത്. ഇതാ നിങ്ങൾ പോയി ചെയ്യുന്നു, നമുക്ക് ഉടനെ അതെല്ലാം കാണാമെന്ന്. എൻ്റെ അളിയാ, നീറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു കാര്യമാണ്. ആ കാര്യത്തിന് ഈ രീതിയിൽ വരെ കൊണ്ടെത്തിച്ചത് കുറേ ആൾക്കാരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. പച്ചയായിട്ട് സമരം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കിറിച്ചു മൂറി പരിശോധിക്കുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കാര്യങ്ങൾ എന്തോ നടക്കുന്നുള്ളത്. പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്നു, പരീക്ഷയും ചോദ്യപേപ്പറും ചോരെടുത്ത്. അതിന് മാന്യമായ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണം. അതിനകത്ത് ഞാനും സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ കാണിക്കുക, അതിൻ്റെ പേര് കാണിക്കാൻ തന്തയില്ലായ്മയൊക്കെ ഉണ്ടല്ലോ, അതങ്ങ് വീട്ടിലോ പൂഞ്ഞാരിലോ വെച്ചിട്ട് വന്നാൽ മതി. അതൊന്നും കോമൺ സെൻസോടെ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ഇനിയും മനസ്സിലാകുക തന്നെ ചെയ്യും. അതിനെയും കൂടെ എടുത്തിട്ട് ആൾക്കാർക്കിടയിലോട്ട് ജെൻസി എന്ന് പറഞ്ഞ് ഇടിച്ച് കയറ്റി ഓരോ തലച്ചോറിനകത്തേക്ക് തന്തയില്ലായ്മ തിരികെ കയറ്റരുത്. അത്രയേ ഉള്ളൂ. ബൈ.